റിപ്പോർട്ടർ ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ്. നമ്മൾ കുറേ ദിവസമായി ഈ വെർച്വൽ അറസ്റ്റുകളുടെ വാർത്തകൾ വന്നുകൊണ്ടേയിരുന്നു. ഇടയ്ക്കൊരു ചെറിയ ഇടവേളയുണ്ടായിരുന്നു. ഇപ്പോഴിതാ വീണ്ടും അത്തരം വാർത്തകൾ വരികയാണ്. തിരുവനന്തപുരത്ത് നിന്നാണ് വീണ്ടും വെർച്വൽ അറസ്റ്റിന് ശ്രമം എന്ന വാർത്ത വരുന്നത്. വിരമിച്ച സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്ന് 20 ലക്ഷം രൂപയാണ് തട്ടിയെടുക്കാൻ ശ്രമിച്ചത്. കള്ളപ്പണം വെളുപ്പിക്കൽ, ദേശവിരുദ്ധ ഇടപാട് എന്നിവയിൽ പങ്കുണ്ടെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് 74 വയസ്സുകാരിൽ നിന്ന് പണം തട്ടിയെടുക്കാനുള്ള ശ്രമം ഉണ്ടായത്. ബാങ്ക് അസിസ്റ്റന്റ് മാനേജർക്ക് തോന്നിയ സംശയമാണ് തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നത്. ജോയിന്റ് മാനേജർ ഒരു മേഡം ഉണ്ട്. ആ മേഡത്തിൻ്റെ ഒരു കറക്റ്റ് സമയത്ത് നമ്മളെ ഇൻഫോം ചെയ്യാൻ നോക്കി. നോർമലി അവരുടെ ഡ്യൂട്ടി അല്ല, അവർ ഇൻഫോം ചെയ്യാൻ നോക്കുമ്പോൾ എനിക്കറിയത്തില്ല, ബാങ്കിൻ്റെ മീറ്റിങ്ങിൽ പലരും പറഞ്ഞിട്ടുള്ള ഇങ്ങനെ ഡേറ്റ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരുടെ കസ്റ്റമറുടെ കാര്യങ്ങൾ വരുന്നത് പോലീസിനെ അറിയിക്കേണ്ട ബാധ്യത അവർക്കില്ല എന്ന് പറഞ്ഞ ബാങ്കുകാരൊക്കെ ഉണ്ട്. അപ്പോൾ അതിനിടയ്ക്കും ആ ഒരു മേഡം ആ ഒരു ഉചിതമായിട്ടുള്ള രീതിയിൽ നമ്മളെ ഇൻഫോം ചെയ്തത് കൊണ്ടാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ 10 ലക്ഷം രൂപ, ഭാര്യയുടെ 10 ലക്ഷം രൂപ ഉൾപ്പെടെ പോകുമായിരുന്നു. ഡിസംബർ മാസം 17-ാം തീയതി രാവിലെ ഒരു 10:30 മണിയാകുമ്പോൾ ഡാറ്റ പ്രൊട്ടക്ഷൻ ബോർഡ് ഓഫ് ഇന്ത്യ മുംബൈയിൽ നിന്ന് ഒരു കാൾ വരുന്നു. നിങ്ങളുടെ ആധാർ കാർഡ് ഇവിടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ ആധാർ കാർഡ് വെച്ച് നിങ്ങൾ 247 അക്കൗണ്ട്സ് ഇൻ വേരിയസ് ബ്രാഞ്ചസ് ഓഫ് കാനറ ബാങ്ക് അക്കൗണ്ട് എല്ലാം തുടങ്ങിയിരിക്കുകയാണ്. ഇത് വന്ന് മണി ലോണ്ടറിങ് പ്രോസസ്സാണ് നടക്കുന്നത്. അതിൽ നിങ്ങളാണ് ഫസ്റ്റ് കൾപ്രിറ്റ് ആൻഡ് യു ആർ ദി സോൾലി റെസ്പോൺസിബിൾ ഫോർ ദാറ്റ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ എനിക്ക് മുംബൈയുമായിട്ട് ഒരു കണക്ഷനുമില്ല, മണി ലാണ്ടറിങ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒന്നുമേ അറിഞ്ഞുകൂടാ. ആ വീഡിയോ കോളിൽ ആദ്യമായിട്ട് വിളിച്ചപ്പോൾ മുംബൈ കൊളാബ പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ ഡാറ്റാ ബാങ്കിൽ നിന്ന് എന്നെ അഡ്വൈസ് ചെയ്ത് നിങ്ങൾ മുംബൈ പോലീസ് സ്റ്റേഷനിൽ. അഷിൻ ഡിയാഗോയാണ് ചേരുന്നത്. അഷിൻ, കാര്യമായി പരിജ്ഞാനമില്ലാത്ത അദ്ദേഹത്തെ ഈ പറയുന്ന പോലെ മണിക്കൂറുകളോളം ഇത്തരത്തിൽ ബ്രെയിൻ വാഷ് ചെയ്യാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുന്ന നിലയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ബാങ്കിലുള്ളവർ പക്ഷേ ഇപ്പോൾ ഇത്രയധികം തുകയൊക്കെ പിൻവലിക്കുന്ന സാഹചര്യം അതൊക്കെ മോണിറ്റർ ചെയ്യുന്നത് കൊണ്ട് ഈ വിഷയത്തിലും വെർച്വൽ അറസ്റ്റിൽ ആയിട്ടും തട്ടിയെടുക്കാനുള്ള ശ്രമം പരാജയപ്പെടുത്തിയല്ലേ? വിനിത, തീർച്ചയായും വിനിത സൂചിപ്പിച്ചതുപോലെ നിലവിൽ ഇപ്പോൾ പ്രായം ചെന്ന ആളുകളാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പിന് ഇരയാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തലസ്ഥാനത്ത് ഇത്തരത്തിലുള്ള കേസുകൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ ഈ സൈബർ പോലീസ് വിവിധ ബാങ്കുകളിൽ ഇത്തരത്തിൽ വലിയ തോതിൽ പണം വിഡ്രോ ചെയ്യുന്നവർ ഉണ്ടെങ്കിൽ അത് പോലീസിനെ അറിയിക്കണം എന്നൊരു ജാഗ്രതാ നിർദ്ദേശം നേരത്തെ നൽകിയിരുന്നു. ഇതിന്റെ തുടർന്നാണ് നിലവിൽ ഇപ്പോൾ വലിയൊരു തട്ടിപ്പ് പൊളിക്കാനായത് എന്നുള്ളതാണ്. ഈ തിരുവനന്തപുരം സ്വദേശിയായ 74-കാരനെയാണ് ഇത്തരത്തിൽ 20 ലക്ഷം രൂപ തട്ടിയെടുക്കാനുള്ള ശ്രമമുണ്ടായത്. അദ്ദേഹം ശ്രീവരാഹം സ്വദേശിയാണ്. നേരത്തെ സർക്കാർ ജീവനക്കാരനായിരുന്നു, ട്രഷറിയിലെ ഒരു ജീവനക്കാരനായിരുന്നു അദ്ദേഹം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡിസംബർ 17-ന് ഇദ്ദേഹത്തിന് ഒരു ഫോൺ കോൾ വരികയാണ്. മുംബൈ പോലീസിൽ നിന്നാണ് ഈ ഫോൺ കോൾ എന്നുള്ളതാണ് അദ്ദേഹത്തെ അറിയിച്ചത്. നിലവിൽ ഈ ആൾക്ക്, അതായത് ഈ ശ്രീവരാഹം സ്വദേശിയായ 74-കാരൻ കള്ളപ്പണം ഇടപാടുകൾ നടത്തുന്നുണ്ട്. ഇതിനുവേണ്ടി 200-ലധികം ബാങ്ക് അക്കൗണ്ടുകൾ, കാനറ ബാങ്ക് അക്കൗണ്ടുകൾ തുറന്നിട്ടുണ്ട്. ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും ആണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞാണ് ഇദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി ഈ ഒരു വെർച്വൽ അറസ്റ്റിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നീട് 24-ാം തീയതി ക്രിസ്മസ് തലേന്ന് ഈ കേസിൽ നിന്ന് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ 20 ലക്ഷം രൂപ നൽകണം എന്നുള്ളതാണ് ഈ വയോധികനോട് അറിയിക്കുകയും ചെയ്തത്. ഇദ്ദേഹം നിലവിൽ ഇത് ഭയന്ന് പുറത്ത് ആരോടും പറഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. ഇതിനിടയിൽ ഇദ്ദേഹം ശ്രീവരാഗം അമ്പലത്തിലെ കുളത്തിൽ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതായും പോലീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പിന്നീടാണ് ഇദ്ദേഹം ഏതാണ്ട് 29-ാം തീയതിയോടുകൂടി പണം നൽകാൻ തീരുമാനിക്കുന്നു. തന്റെ ജീവിത സമ്പാദ്യമായ 10 ലക്ഷം ഫിക്സഡ് ഇട്ടിരുന്നതാണ്. ഇത് പിന്നീട് നോർമൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. തൊട്ടടുത്ത ദിവസം തന്നെ ഇത്രയും വലിയ തുക പിൻവലിക്കുന്നതിന് വേണ്ടി ഇദ്ദേഹം ബാങ്കിലെത്തിയതോടുകൂടിയാണ് ഈ കർണാടക അതുപോലെ തന്നെ മഹാരാഷ്ട്ര ബേസ്ഡ് ആയിട്ടുള്ള അക്കൗണ്ടുകളിലേക്ക്, അജ്ഞാത അക്കൗണ്ടുകളിലേക്ക് പണം ഇയാൾ നൽകാൻ തുടങ്ങുമ്പോഴാണ് ഈ ബാങ്ക് അധികൃതർക്ക് ഈ ഒരു സംശയം തോന്നുന്നതെന്നും പോലീസിനെ വിവരമറിയിക്കുകയും ചെയ്യുന്നത്. തുടർന്ന് സൈബർ പോലീസ് സ്ഥലത്തേക്ക് എത്തി ആ ഒരു ബാങ്ക് അക്കൗണ്ടിംഗ് ട്രാൻസ്ഫർ അത് ഹോൾഡ് ചെയ്യുകയാണ്. തുടർന്ന് ഇദ്ദേഹത്തെ മാറ്റി നിർത്തി വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ഈ ഒരു വലിയ തട്ടിപ്പാണ് നടക്കുന്നതെന്നും ആ ഒരു തട്ടിപ്പിന്റെ കുഴിയിൽ നിന്നും ഇദ്ദേഹത്തെ തിരിച്ചു കയറ്റാൻ സൈബർ പോലീസിന് കഴിയുകയും ചെയ്തത്. വിനീത, ശരി, അഷിൻ ഡിയാഗോയാണ് വിവരങ്ങൾ നൽകിയത്.